അഭിലാഷേ ഈ കേസിൽ രഞ്ജിത്തിനെയുള്ള വിഷയത്തിൽ നടി പറഞ്ഞിട്ടുള്ള വിഷയത്തിൽ കേസെടുക്കട്ടെ. കേസെടുക്കുന്നതിൽ ഒരു തകരാറുമില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ ഏതായാലും. അപ്പോൾ ഈ കേസെടുക്കുമ്പോൾ ഒരു പ്രശ്നം, ആരാണ് കേസെടുക്കുക, എവിടെയാണ് കേസെടുക്കേണ്ടത്, ആരാണ് നിർദ്ദേശം നൽകേണ്ടത്? വെറുതെ ഇപ്പോൾ സുമോട്ടോ കേസെടുക്കുന്ന കാര്യമാണല്ലോ പറയുന്നത്. സ്വമേധയാ കേസെടുക്കണം പോലീസ്. അപ്പോൾ അതിനാരെങ്കിലും നിർദ്ദേശിക്കണമല്ലോ. ഇപ്പോൾ പ്ലേസ് ഓഫ് ഒക്കറൻസ് എവിടെയാണ്, അത് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കറിയാം. ആ സിനിമയുടെ ഷൂട്ടിംഗ് കോഴിക്കോട് ജില്ലയിൽ എവിടെയോ ആയിരുന്നു, അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ എവിടെയോ ആയിരുന്നു. അപ്പോൾ അവിടെയാണ് പ്ലേസ് ഓഫ് ഒക്കറൻസ്. കേസ് എടുക്കാം. എവിടെയാണ്? എറണാകുളത്താണ്. പിന്നെ അവർ അഭിനയിക്കാൻ വേണ്ടി ലൊക്കേഷനിലേക്ക് പോയില്ലല്ലോ. ഓക്കെ, എങ്കിൽ എറണാകുളത്താണ്. ഓക്കെ, അപ്പോൾ അത് അവിടെയാണ്, എറണാകുളത്താണ് കേസ്. എറണാകുളത്ത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ SP-യുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ DGP-യുടെ നിർദ്ദേശപ്രകാരം SHO കേസെടുക്കണമെന്ന് വെക്കട്ടെ. കേസെടുക്കണം. കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? ഹരീഷ് വാസുദേവനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആളാണ്, പ്രാക്ടീസിങ് ലോയറല്ലേ അദ്ദേഹം, അറിയുമല്ലോ. കേസെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഈ കേസ് മുമ്പോട്ട് പോകണമെങ്കിൽ പ്രത്യേകിച്ചും ഒരു നടിയുമായി ബന്ധപ്പെട്ട, സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നടി എന്നുള്ളത് വിട്ടേക്കൂ, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വേണം. അവരതിൽ ഉറച്ചു നിൽക്കണം. കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ താൻ തയ്യാറാണെന്ന് അവർ പറയണം. അങ്ങനെ ആകുമ്പോൾ ആ കേസുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. FIR ഇട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക. അപ്പോഴാണ് FIR ഇടുക. ഇപ്പോൾ കേസെടുത്തോടെ FIR ഇടുന്നത്, അതാണ് സംഭവിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ, ഈ പർട്ടിക്കുലർ കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ അനുമതിയോടുകൂടി ഒരു വനിതാ ഓഫീസർ ഉൾപ്പെടെ കൊൽക്കത്തയിൽ പോയി ഈ പറഞ്ഞ നടിയുടെ മൊഴിയെടുക്കണം, അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം. സ്റ്റേറ്റ്മെൻറ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കേസുമായിട്ട് മുമ്പോട്ട് പോകാനും കഴിയും. FIR ഇടും. അപ്പോഴാണ് FIR ഇടുക. FIR ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ഈ FIR-ൻ്റെ ഘട്ടമല്ല, കേസിൻ്റെ ഘട്ടമായിട്ടുമില്ല. കേസെടുക്കുന്നെങ്കിൽ എടുക്കുക തന്നെ വേണം. അതിൻ്റെ അകത്ത് ആരെങ്കിലും രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ മുമ്പിൽ വന്നിട്ടുണ്ട്, നിലവിൽ വന്നിട്ടുണ്ട്, അങ്ങനെ അഭിപ്രായം പറയുന്നവരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടില്ല. രഞ്ജിത്തിനെതിരെ കേസെടുക്കാൻ പാടില്ല എന്നുള്ള നിലപാട് ആർക്കാണുള്ളത്? സജി ചെറിയാനുണ്ടോ മന്ത്രിക്ക്? കേസെടുക്കാൻ പാടില്ല നിലപാടില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ പരാതി ഉണ്ടെങ്കിലേ കേസെടുക്കൂ എന്നുള്ള നിലപാട് മന്ത്രി വെച്ച് പുലർത്തേണ്ടതില്ല എന്നാണ് എൻ്റെയും അഭിപ്രായം. കാര്യം കേസെടുക്കാനുള്ള വകുപ്പുള്ള സംഭാഷണമാണ് ഈ നടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കേസെടുത്തു കഴിഞ്ഞാൽ ബാക്കി പ്രൊസീജിയറിലാണ് വാട്ട് ഈസ് വാട്ട് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞു വരുന്നത്. അപ്പോഴാണ് FIR-ൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. പിന്നീടാണ് കോടതി നടപടികളിലേക്ക് കടക്കുന്നത്. അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഘട്ടത്തിൽ FIR ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രഞ്ജിത്തിന് ആ പദവിയിൽ തുടരാൻ കഴിയില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല അവസ്ഥ. ഇപ്പം ആരോപണം ഉണ്ടായി, അതുകൊണ്ട് രഞ്ജിത്ത് രാജിവെക്കണം എന്ന് പറഞ്ഞാൽ ഈ ജനാധിപത്യ വ്യവസ്ഥ നടക്കുന്ന ഇന്ത്യയെ പോലെ രാജ്യത്ത് ആർക്കെതിരെയും ആർക്കും ആരോപണം ഉന്നയിച്ചാൽ ഉടനെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് സിനിമാ മേഖലയുടെ ഒരു സംഘടനയുടെ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിരിക്കുന്ന ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ രാജിവെക്കണം എന്ന് പറയുന്നതിൻ്റെ അകത്ത് യുക്തിയില്ല. അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായവുമില്ല. പക്ഷേ ബംഗാളിൽ അഭിനേത്രിയായി അറിയപ്പെടുന്ന, അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റൻഷൻ ഇല്ല എന്ന് ബോധ്യമുള്ള ഒരു പ്രശസ്തയായ, അതും CPM-നോട് അവിടെ ചേർന്ന് നിൽക്കുന്ന ഒരു അഭിനേത്രി ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആ കൊല്ലം തന്നെ, അതായത് 15 കൊല്ലം മുമ്പ് തന്നെ, ഇത് നടന്ന സമയത്ത് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവിടുത്തെ, നമ്മുടെ നാട്ടിൽ നിന്ന് കൽക്കത്തയിൽ പോയി താമസിക്കുന്ന പ്രശസ്തനായ ഡോക്യുമെന്ററി മേക്കർ ശ്രീ ജോഷി ജോസഫ് പറയുന്നു. അത് തന്നെ നമുക്ക് വളരെ ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിൽ കൂടി പരിചയമുള്ള ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറയുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കില്ല എന്ന് ചിന്തിക്കാൻ ഒരു ന്യായവുമില്ല എന്നിരിക്കെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറിക്കൊണ്ട് അന്വേഷണത്തിന് വിധേയമാവുക എന്നുള്ളതല്ലേ സാമാന്യമായി സംഭവിക്കേണ്ട കാര്യം? അല്ല അഭിലാഷ, ഞാൻ ഈ കാര്യത്തിൽ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന രഞ്ജിത്തിൻ്റെ എതിർഭാഗത്ത് നിന്നാണ് സംസാരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ പക്ഷത്ത് നിന്നല്ല സംസാരിക്കുന്നത്, രഞ്ജിത്തിൻ്റെ എതിർഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകൾ ഇതാണ്. അത് പറഞ്ഞല്ലേ കഴിയൂ. അതാണ് ഞാൻ പറയുന്നത്. രഞ്ജിത്തിനെ പോലുള്ള ഒരു കലാകാരനെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതിലെനിക്ക് യാതൊരു തർക്കവുമില്ല. അത് വേറെ കാര്യം. പക്ഷേ ഉണ്ടായി. അത് ബംഗാളിലെ നടിയാണോ കേരളത്തിൽ നടിയാണോ നമ്മുടെ മുമ്പിൽ ഉള്ള നടിയാണോ എന്നുള്ള പ്രശ്നമല്ല എന്നെ സംബന്ധിച്ചോളം. ശരി, ഓക്കെ. എന്നെ സംബന്ധിച്ചോളം ഉള്ളത് ആ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണെന്നാണ് എൻ്റെ പരിമിതമായ ഒരു ബോധ്യം. ആ ബോധ്യമാണ് ഞാൻ ഈ ചർച്ചയിൽ പറയുന്നത്. ശരി, ഓക്കെ, ആവട്ടെ.